ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം അങ്ങനെയൊന്ന് കിടക്കട്ടെ. കോളിഫ്ലവറിൽ പുഴുക്കളും ചെറിയ കീടങ്ങളൊക്കെ കാണും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളത്തിലിടുന്നത്. കോളിഫ്ലവർ കറി എപ്പോഴുണ്ടാക്കിയാലും നമ്മൾ ഈ തിളച്ച വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. ഇനി ഇത് കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ. സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദമാവ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നെല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കറി ഉണ്ടാക്കുമ്പോൾ സോസ് കുറവാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇതെല്ലാം മാറ്റി വയ്ക്കണം. ആ സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു പാത്രത്തിൽ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള കോളിഫ്ലവറും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോസ് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം ഉപ്പ് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവറിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് കോൺഫ്ലവർ കലക്കിയതും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.